സത്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചെന്നൈക്ക് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ കണ്ടു വളർന്ന ഒരു ചെന്നൈ ഉണ്ട്. ഒരു പ്രതാപകാല ചെന്നൈ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ചെന്നൈ ടീമിന് സംഭവിക്കുന്നത്? സത്യം പറഞ്ഞാൽ വളരെ ഒരു ഹാർഡ് കോർ ഫാൻ എന്ന നിലയിൽ, CSK ഫാൻ എന്ന നിലയിൽ ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോഴത്തെ ടീമിന്റെ പരിതാപകരമായ ഈ അവസ്ഥ കണ്ടിട്ട്. ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പണിംഗ് പെയറാണ്. എല്ലാ സീസണും ചെന്നൈക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടൊരു ഓപ്പണിംഗ് പേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം മാത്യു ഹെഡനാലും ശരി, അവിടെ നിന്ന് ഇങ്ങോട്ട് മൈക്ക് ഹസി, ഡേവിഡ് ഹസി, ബ്രണ്ടൻ മക്കല്ലം, സ്മിത്ത്, അപ്പം അങ്ങനത്തെ ഉള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കുറേ ഓപ്പണേഴ്സ് നമുക്കുണ്ടായിരുന്നു. എല്ലാ പവർ പ്ലേയിൽ ഹിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഞ്ജു കളിച്ചില്ലെങ്കിൽ ടീം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചെന്നൈയുടെ പോക്ക്. സഞ്ജു സെഞ്ചുറി അടിച്ചാൽ, അല്ലെങ്കിൽ സഞ്ജു ഒരു 30+ എടുത്തു കഴിഞ്ഞാലേ ജയിക്കത്തുള്ളൂ എന്നൊരു സ്ഥിതിയിലാണ്. ഗെയ്ക്വാഡ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ, ഗെയ്ക്വാഡ് ആദ്യത്തെ ആ 2 സീസൺ മികച്ച പ്രകടനമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കളി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗെയ്ക്വാഡ് ഭയങ്കര ഒരു ഓഡി പ്ലെയർ എന്ന രീതിയിലേക്കാണ് പുള്ളി. ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഷോട്ടുകളാണ് പുള്ളി എടുക്കുന്നത്. പുള്ളി ഔട്ടാകുന്ന രീതിയും അതുപോലൊക്കെ തന്നെയാണ് ഏകദേശം പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആ ഓപ്പണിംഗ് പെയറിലേക്ക് പരീക്ഷിക്കാവുന്ന ഒരു പ്ലെയറാണ് ശിവൻ ദുബെ. ശിവൻ ദുബെ ശരിക്ക് ഇപ്പോൾ ശിവൻ ദുബയുടെ മാച്ചുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ പുള്ളിയെ കാണുമ്പോഴും നെഗറ്റീവ് ഓറയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2-3 സീസൺ മുമ്പ് സാം കറിനെ പരീക്ഷിച്ച പോലെ വേണമെങ്കിൽ ഓപ്പണിംഗ് പ്ലെയർ ആണ് ശിവൻ ദുബെ ആ ഒരു പൊസിഷനിൽ എത്തിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ടോപ്പ് ക്ലാസ് ബോളർ ചെന്നൈക്ക് സത്യം പറഞ്ഞാൽ ഇല്ല, കുറച്ച് വർഷങ്ങളായിട്ടില്ല. എനിക്കൊന്ന് അവസാനം വന്നത് ഡഗ് ബോളിഞ്ചർ എന്തോ ആണെന്ന് തോന്നുന്നു. അതിനുശേഷം നല്ലൊരു എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോകോത്തര ഒരു ബോളറില്ല. പിന്നെ ഒരു ഇടയ്ക്കൊന്ന് ഹേസൽവുഡ് വന്നിട്ട്, ഇപ്പൊ ഹേസൽവുഡ് ആണ് RCBയുടെ ഏറ്റവും മികച്ച ഒരു ബോളിംഗ് അക്കൗണ്ടിലൊക്കെ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് ഹേസൽവുഡ്. അതുപോലത്തെ ഒരു ബോളർ നമുക്കിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടില്ല. എല്ലീസിന് ഇപ്പോൾ പരിക്കായതുകൊണ്ട് ഓക്കെ സമ്മതിക്കുന്നു. പക്ഷെ അതുപോലെ പറയാൻ പറ്റുന്നൊരു ബോളറില്ല. അതുപോലെ തന്നെയാണ് മിഡിൽ ഓർഡറിൽ നമുക്ക് പണ്ട് നമ്മൾ ഒരുപാട് ആശ്രയിച്ചിരുന്ന മോണി മോർക്കൽ, ഡെയിൻ ബ്രാവോ, അല്ലെങ്കിൽ ഏറ്റവും ജഡേജയുടെ മിസ്സിങ് ഭയങ്കരമാണ്. കാരണം പല ലോ സ്കോറിങ്ങിലും പുള്ളിയുടെ അതിനകത്തൊരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും. ഇപ്പൊ അതും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ചെന്നൈ നീങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ശിവൻ ദുബയെ പോലുള്ള പ്ലെയേഴ്സൊക്കെ പിന്നെ 10-14 കോടി മുടക്കി കുറെ ഈ പ്ലെയേഴ്സിനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പ്രശാന്ത് വീർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വളരെ വിഷമമുണ്ട്. ഇങ്ങനെ അല്ലായിരുന്നു നമ്മുടെ ചെന്നൈ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മുംബൈയുടെ അവസ്ഥയും. ചിരവൈരികളാണെന്ന് പറഞ്ഞാൽ പോലും മുംബൈയുടെ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇങ്ങനൊന്നും അല്ല നമ്മുടെ ചെന്നൈ മുംബൈയൊക്കെ. നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ 2 ടീമുകളുടെ പരിതാപകരമായ അവസ്ഥ കാണേണ്ടി വരുന്നത് വളരെ രീതിയിലുള്ള വിഷമമുണ്ട്. തിരിച്ചു വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ല ഇനി. പക്ഷെ ഇനിയെങ്കിലും കുറച്ച് മാനേജ്മെന്റിനെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല പ്ലെയേഴ്സിനെ എടുക്കുന്നില്ല. ഇഷ്ടം പോലെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും വെറുതെ 10-14 കോടികൾക്ക് കുറെ പ്ലെയേഴ്സിനെ എടുക്കുന്നതിലൂടെ ഒരു ഇതുമില്ല. പണ്ടത്തെ എപ്പോഴും പറയുന്ന പോലെ വൈസമ്പട എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ വൈസമ്പട എന്നായിരുന്നു എപ്പോഴും ബെസ്റ്റ്. അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലും അതിന്റെ 100-ൽ 1 അംശം പോലും വരാൻ ഇന്നത്തെ ഈ ടീമുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചെന്നൈയാണ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ദൈവത്തിനറിയാം ഇനി എന്താണെന്ന്. കണക്കുകൾ ആശ്രയിച്ചിരിക്കേണ്ടി വരും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. നാളത്തെ മാച്ച് ഇനി ചെന്നൈ മുംബൈയുടെ ആണ്. ഇനിയുള്ള 5 മത്സരങ്ങളും തുടർച്ചയായി ജയിച്ചു കഴിഞ്ഞാൽ, മഹാത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും ഒരു ചെന്നൈ ഫാൻ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ആശിച്ചാലേ പറ്റത്തുള്ളൂ. നടക്കും എന്ന് തോന്നുന്നു.